ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയൽസറിൻ്റെ ഈ ഒരു ബോക്സ് എങ്ങനെ എനിക്ക് കിട്ടി, എങ്ങനെയാണ് എന്താണ് ഇമെയിലോട്ട് അയച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇവിടെ തളിപ്പറമ്പൊക്കെ റോഡൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് പേര് എന്താണ് നൈറ്റ് മീറ്റിംഗ് ഫുഡ് ചലഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വ്ളോഗ് എടുക്കാനോ ചലഞ്ച് ചെയ്യാനോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് യൂട്യൂബ് ചാനൽ തുറന്നപ്പോഴാണ് കുറച്ച് പേര് ഡയൽസറിനെ പറ്റിയിട്ട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടത്. ഓക്കെ അപ്പോൾ ക്യാമറ വെക്കാൻ കുറച്ച് സ്പേസ് ഒന്നുമില്ല, പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് പോവാം. സോ ഡയൽസറിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഞാൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഏതിലോട്ടാണെന്നെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു help.com ആ ഒരു ഇതിലോട്ട് നിങ്ങൾ ഇമെയിൽ അയക്കുക. എങ്ങനെയാണ് അയക്കേണ്ടതെന്നുള്ളൊരു ഫോർമാറ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമെയിൽ ചെയ്യുക. നിങ്ങളിതൊരിക്കലും റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് ചെയ്യണ്ട. കാരണം കുറേ കാലം എടുത്തിട്ടാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് 2-3 മാസം കഴിഞ്ഞു തോന്നുന്നു, അങ്ങനെ കിട്ടിയൊരു പ്രൊഡക്റ്റാണ് എനിക്കത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. മുന്നേ ഇത് ഞാൻ മുന്നേ മേടിച്ചതാണ്. ഇതെനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് ഇതും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിക്കാണ്. ഇത് പുതിയ അഡിക്ഷനാണ് അവരുടെ ഡാസ്ലറിൻ്റെ പുതിയ അഡിക്ഷൻ ലിപ്സ്റ്റിക്കാണിത്. ഇത് പഴയതായതുകൊണ്ട് തന്നെ സ്മഡ് പ്രൂഫ് അല്ല, ഒന്നുമല്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതിലൊരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ക്യാമറയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എൻ്റെ ക്യാമറയിൽ ഒരു ഷെയ്ഡും കാണിക്കാറില്ല. കാരണം ക്യാമറ കുറച്ച് പട്ട ക്യാമറ ആയതുകൊണ്ടാണ്. നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പക്ഷേ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നോക്ക്, ഒട്ടും തന്നെ സ്പ്രെഡായിട്ടില്ല. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇമെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണം അയക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഫോർമാറ്റൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 7 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നല്ലായിരിക്കും കേട്ടോ. നമുക്ക് തിരിച്ച് റിപ്ലൈ ഇടുന്നത് ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നല്ലായിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ്, എനിക്ക് വന്നത് അങ്ങനെയായിരുന്നു. marketing@ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് dalzer.com ആ ഒരു അതെന്ന് പറയേണ്ട ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് എനിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓർഡർ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആണോ, പിന്നെ ഒരു ഫോമും കൂടെ എനിക്ക് അയച്ചു തന്നു അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ പേര്, നമ്മളെ ലൊക്കേഷൻ, അഡ്രസ്സ് അത് തന്നെയാണ്. പിന്നെ നമ്മളെ നമ്പർ, പിന്നെ നമ്മളൊരു 4 ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യണം. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡൊന്നുമല്ല എനിക്ക് കിട്ടിയത്. അത് വേറെ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എന്നാൽ ലിപ്സ്റ്റിക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇൻസ്റ്റയും യൂട്യൂബത്തെ ലിങ്കും രണ്ടും കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഏതെങ്കിലും ഒന്നിൽ ജസ്റ്റ് ഒന്ന്, ഇൻസ്റ്റയിലാണെങ്കിൽ അവരെ കൊളാബ് ചെയ്തിട്ടിടുക, യൂട്യൂബാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇടുക. അതാണ് വേണ്ടത്. ജസ്റ്റ് പ്രൊമോഷൻ, അതാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ഫ്രീ ആയിട്ട് തരാൻ അവർക്ക് പറ്റൊന്നുമില്ലല്ലോ. അപ്പം അതൊന്ന് മൈൻഡ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും ഡിലേ ആയിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വരില്ല, തട്ടിപ്പ് തന്നെയാണ്, ഇത് വലിയ അവർക്ക് നോക്കി മാത്രം കൊടുക്കുന്നതാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഒരിക്കൽ എനിക്കുണ്ട് വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് വീണ്ടും ഒരു ഫോം. അപ്പോൾ ഞാൻ വീണ്ടും അത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തു. പിന്നെ ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് ഇന്ന് എൻ്റെ ഇമെയിലേക്ക് തന്നെ ട്രാക്ക് യുവർ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇമെയിൽ വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം എനിക്ക് വരും ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ വിചാരിച്ചു തട്ടിപ്പ. ലാസ്റ്റ് ഡെലിവറി, ഔട്ട് ഓഫ് ഡെലിവറി എന്നെ കോൾ ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി, ഷോക്ക്. കാരണം എനിക്കൊരിക്കലും കിട്ടുന്നതായിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഉമ്മാനോടൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് പറഞ്ഞു എന്തിനാ, അവർക്ക് പ്രാന്താണോ ഈ സാധനങ്ങളൊക്കെ തരാൻ, അപ്പോൾ ജസ്റ്റ് പ്രൊമോഷനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗം എനിക്ക് സാധനം കിട്ടി. ഞാൻ തുറന്ന് നോക്കി, കേസ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ പോലെ പേടിച്ച് നിങ്ങൾ നിൽക്കണ്ട. ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇതിലെല്ലാ ഷെയ്ഡും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ്. ഈ ഷെയ്ഡിൻ്റെ പേര് 13 ആണ് കേട്ടോ. DLC 013 എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. എനിക്കെന്തോ ഇഷ്ടമായി കമ്പാരിറ്റീവ്ലി. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ കോളേജിലൊക്കെ പോകുമ്പോൾ ചിലവർക്കുണ്ടാവും കുറച്ച് പിങ്ക് ടൂൺ വരും വേണം.
എന്നാൽ ലിപ്സ്റ്റിക്ക് ഇടാനും പാടില്ല, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് ആ കറക്റ്റ് കിട്ടുന്നില്ല. ഇതാണ് കറക്റ്റ് ഷെയ്ഡ്, സൂപ്പർ ഷെയ്ഡാണ് ഗൈസ്. കണ്ണടച്ച് നിങ്ങൾക്ക് ഇമെയിലേക്ക് കുറേ കാലെടുക്കും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കുറച്ച് പേരുടെയൊക്കെ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.